ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. നമ്മുടെ ചാനൽ 25K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ആക്ച്വലി 25K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഒരു അവസരം കിട്ടുന്നത്. അതിപ്പോൾ 25K ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായി. ഇപ്പോൾ 25 പോയിന്റ് എത്രയ്ക്കോ എത്തി. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരുപാട് നേരത്തെ നമ്മുടെ ചാനൽ 25K എത്തി. അപ്പോൾ എന്താ പറയുക, ഒരുപാട് സന്തോഷം. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും ഒരു ഗ്യാപ്പ് വരുത്താറില്ല. ഒരു വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ചെയ്യുക, അങ്ങനെ പരിപാടി ചെയ്യാറില്ല. ഞാൻ തുടക്കം മുതലേ നമ്മുടെ ചാനൽ തുടങ്ങിയ കാലം മുതലേ അന്ന് എൻ്റെ ഒരു കാൽക്കുലേഷൻ വീക്കിലി ഒരു വീക്കിൽ 3 വീഡിയോസ് എന്നുള്ള രീതിക്കായിരുന്നു. പിന്നെ അത് അങ്ങനെ തുടർന്ന് പിന്നെ ഞാൻ ഓരോ സെക്കൻഡ് ഡേയിലും വീഡിയോസ് ചെയ്യുന്ന പോലെ ഇപ്പോൾ എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ട്. ഞാൻ ഒന്നിച്ച് ഷൂട്ട് ചെയ്ത് വെക്കുന്നതാണ് ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തു പോയി, ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്ത് പോയി. പെർഫ്യൂം റിവ്യൂസ് ആയിട്ടും അല്ലാതെയും ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സും പെർഫ്യൂമുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് നമ്മളിങ്ങനെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ടോപ്പിക്സ് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ChatGPT ഒക്കെ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട്. ഇനി എന്ത് ടോപ്പിക്ക് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യണം എന്നുള്ളത്. സോ അങ്ങനെ എന്താ പറയാ, നമ്മൾ ഒരു ടോപ്പിക്കുകൾ കണ്ടെത്തേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. മുമ്പ് ഒക്കെ ഞാൻ എന്ത് ചെയ്യായിരുന്നു വെച്ചാല്, ഞാനൊരു ഒരു ഫയല് കീപ്പ് ചെയ്യായിരുന്നു. മുമ്പ് പറഞ്ഞാൽ ഒരു 2021 ആ ഒരു സമയത്തൊക്കെ കേട്ടോ, 2021 സമയത്ത്. അപ്പൊ ഞാൻ അതിലിങ്ങനെ നോട്ട് ചെയ്ത് പോകും, കിട്ടുന്ന ടോപ്പിക്സ് ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് വീഡിയോ ചെയ്യുന്ന ഡേറ്റും മെൻഷൻ ചെയ്ത് വെക്കും. മോസ്റ്റ്ലി വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് ആയിരിക്കും. എന്നിട്ട് ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ടിക്കറ്റ് പോകും. അത് പക്ഷേ പിന്നീട് അന്നൊക്കെ ചാനൽ ചിലപ്പോൾ ഒരു <100 വീഡിയോസ് ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പിന്നീട് അത് നമ്മൾ 500 വീഡിയോസ് ആയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 800 ചേഞ്ച് വീഡിയോസ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ അതിൽ ലോജിക്കൊന്നും ഇല്ലാണ്ടായി. പിന്നെ നമുക്ക് ടോപ്പിക്സ് ഒരുപാട് കിട്ടാൻ തുടങ്ങി. ഇപ്പോഴും ഇഷ്ടംപോലെ പെർഫ്യൂംസ് റിവ്യൂ ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാം. സോ ഞാനതൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ, എനിക്ക് ഇങ്ങനെ തോന്നി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ ചെയ്യണം എന്നുള്ളത്. സോ അങ്ങനെ എനിക്ക് തോന്നിയ ഒരു ടോപ്പിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം. സോ മറ്റൊന്നുമില്ല, നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് പെർഫ്യൂംസ്, അതായത് ജെൻഡർ ന്യൂട്രലായിട്ട് ലേഡീസിനും ജെൻസിനും യൂസ് ചെയ്യാൻ പറ്റിയ യൂണിസെക്സ് ആയിട്ട് നമുക്ക് ഓൾ ഒക്കേഷൻസിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് പെർഫ്യൂംസിന്റെ പേരുകൾ ഞാൻ പറയാം. കാരണം ഞാനിപ്പോൾ പെർഫ്യൂംസ് ഒന്നും കയ്യിലെടുത്തിട്ടില്ല കുറേ എണ്ണം. സോ അങ്ങനെ എനിക്ക് തോന്നിയ നല്ല പെർഫ്യൂംസ്, നല്ലത് ആർക്കും വലിയ ശല്യമില്ലാതെ എന്ന് പറയാൻ പറ്റിയ കുറച്ച് പെർഫ്യൂംസ്. സോ ഫസ്റ്റ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റിയ ഒരു പെർഫ്യൂം നമ്മുടെ അർമാനി സി പെർഫ്യൂമാണ്. അർമാനി സി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും പോപ്പുലർ ആയിട്ട് അതിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ഉണ്ട്, മൈ പെർഫ്യൂംസിന്റെ ലംസത്ത് ഹരിയർ. അർമാനി സീന്റെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു വേർഷൻ ആണ്, പക്ഷെ ഒരു ഇത്തിരിയും കൂടി അതിലെ ഒരു വുഡി നോട്ട്സ് കൂടുതലുണ്ട്. എന്താണെങ്കിലും അർമാനി സീൻ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം പ്ലീസിങ് ആണ്. അതിലുള്ള ആ ഒരു സ്വീറ്റ്നെസ്സും ബെറി ഫ്രാഗ്രൻസും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു യൂണിസെക്സ് പെർഫ്യൂമാണ് അർമാനി സീൻ. എന്താ പറയാ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ലേറ്റർ സ്റ്റോറിൽ അതിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ഉണ്ട്, സെന്യോറ എന്ന് പറഞ്ഞിട്ട്. വാങ്ങിയ ഒരാൾ പോലും ഇത് സ്മെല്ല് നന്നല്ല എന്ന് പറഞ്ഞിട്ടില്ല. അത്ര നമുക്ക് കോൺഫിഡൻസിൽ എന്താ പറയുക, ആളുകളോട് നിങ്ങൾ എടുത്തോളൂ, ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്ന് പറയാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെർഫ്യൂമിനെ അതിൽ ചൂസ് ചെയ്തത്. സോ ഇതൊരു ഓർഡറിലൊന്നുമല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. സോ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ അടുത്തൊരു പെർഫ്യൂമാണ് CK1. CK1 പക്ഷേ ഓൾ ഒക്കേഷൻസ് അല്ല, ഓഫീസ് പെർഫ്യൂമാണ്. ജെൻസിനും ലേഡീസിനും യൂസ് ചെയ്യാൻ പറ്റിയ, വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓഫീസ് പെർഫ്യൂം. ഒരു ഫ്ലോറൽ ഫ്രാഗ്രൻസ് ആണ് അതിൽ നിന്ന് കിട്ടുക, ഒരു വൈറ്റ് ഫ്ലോറൽ, നമ്മൾ അരോമാറ്റിക് ഫ്ലോറൽ എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു വൈറ്റ് ഫ്ലവേഴ്സിന്റെ ഫ്രാഗ്രൻസ് ആണ്. ഫ്രഷ്നെസ്സും വൈറ്റ് ഫ്ലോറൽ നോട്ട്സ് ആണ് CK1 എന്ന് കിട്ടുക. യൂണിസെക്സ് ആണ്, ഓഫീസ് ഫ്രണ്ട്ലി ആണ്, പുറത്തോട്ട് പോയാലും സ്മെല്ല് നിൽക്കില്ല. സോ നിങ്ങൾ ഓഫീസിനുള്ളിൽ ഇരുന്നുകൊണ്ട് യൂസ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാണ് CK1. സോ അതും സേഫ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയ ഒരു പെർഫ്യൂം തന്നെയാണ്. പിന്നെ ഒന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളതാണ് ലേഡി മില്യൺ, നമ്മുടെ പാക്കോ റോബാൻ ലേഡി മില്യൺ. അതും നല്ല എന്താ പറയുക, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആണ്. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു
ഒരു ഫ്ലോറൽ ടച്ച് ഉണ്ടല്ലോ, അതെന്നെ എനിക്ക് എൻ്റെ മൈൻഡിനൊരു ഹാപ്പിനെസ് നൽകുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ലേഡി മില്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. സോ ലേഡി മില്യൺ എപ്പോൾ യൂസ് ചെയ്താലും ഞാൻ അത് എവിടുന്ന് ആര് യൂസ് ചെയ്താലും എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയ ഒരു സ്മെല്ലും കൂടിയാണ്. കാരണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസുള്ള ഒന്നാണ്. സോ ലേഡി മില്യൻ്റെ ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ അതിലൊരു സ്വീറ്റ്നെസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു യെല്ലോ ഫ്ലോറൽ ഫ്രാഗ്രൻസ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. സോ വളരെ പ്ലീസിങ് ആണ്, ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്, യൂണിസെക്സ് ആണ്, സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അതുപോലെ തന്നെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് JPG സ്കാൻഡൽ. അതിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ഞാൻ ഈ റീസെൻ്റ്ലി വീഡിയോ ചെയ്തു വരുന്ന ബെല്ല വിറ്റ ഹണി യൂത്ത് എന്ന് പറഞ്ഞിട്ട് വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഒരു ഹണി ഫ്രാഗ്രൻസ്, ഹണി ആൻഡ് സ്വീറ്റ്നെസ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. ചെറുതായിട്ട് ഒരു അരോമാറ്റിക്, ഒരു റോസ് പോലത്തെ ഒരു അരോമാറ്റിക് നോട്ട്സും വരുന്നുണ്ട്. അതും വളരെ പ്ലീസിങ് ആയിട്ടുള്ള നമുക്ക് ഓൾ ഒക്കേഷൻസിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ്. പിന്നെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളതാണ് ഡോൾച്ചെ ആൻഡ് ഗബാന ലൈറ്റ് ബ്ലൂ. അത് എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആണ് ഡോൾച്ചെ ആൻഡ് ഗബാന ലൈറ്റ് ബ്ലൂവിൻ്റെത്. പക്ഷെ ചിലർ പറയും അതൊരു ഇത്തിരി കോമൺ അല്ലേ, ഒരു സാധാരണ ഫ്രാഗ്രൻസ് അല്ലേ എന്നുള്ളത്. പക്ഷെ ആ ഒരു ഫ്രാഗ്രൻസ് എന്നെ പോലെ ബ്ലൂ പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയും ഇത് അടിപൊളിയാണ് എന്നുള്ളത്. സോ അങ്ങനെ നമുക്കൊരു അടിപൊളി എന്ന് പറയാൻ പറ്റിയ ഒരു ഫ്രാഗ്രൻസ് ആണ് നമ്മളെ പോലെ ഫ്രഷ് പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവർക്ക്. സോ ഡോൾച്ചെ ആൻഡ് ഗബാന ലൈറ്റ് ബ്ലൂ വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഒരു ഓഫീസ് ഫ്രണ്ട്ലി യൂണിസെക്സ് പെർഫ്യൂമാണ്. ഇതിൽ ഞാനിപ്പോൾ 2 എണ്ണം ഓഫീസ് ഫ്രണ്ട്ലി പറഞ്ഞു, ബാക്കി 3 എണ്ണം ഓൾ ഒക്കേഷൻസിലേക്ക് പറ്റിയതും പറഞ്ഞു. സോ ഈ ഒരു 5 പെർഫ്യൂംസിൽ നിങ്ങൾക്ക് ഒരു പേടിയും കൂടാതെ ട്രൈ ചെയ്യാൻ പറ്റും. വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ഇഷ്ടപ്പെടുമോ ഇല്ലേ, കൂൾ വാട്ടർ പോലെ അതൊരു ഡിറ്റർജന്റ് സ്മെല്ലാവോ, സോപ്പിന്റെ സ്മെല്ലാവോ, അല്ലെങ്കിൽ ഊതുവുട്ടിന്റെ പോലെ അത് കടുകട്ടിയാവോ, ടൊബാക്കോ വനീന്റെ പോലെ ചിലപ്പോൾ ഒരു ടാർക്കടിക്കോ എന്നുള്ള ഒരു പ്രശ്നങ്ങളും വേണ്ട. വളരെ പ്ലീസിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഞാനിതിൽ ഗുഡ് ഗേൾ ഒന്നും കൺസിഡർ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗുഡ് ഗേൾ ഒരിത്തിരി സ്ട്രോങ്ങർ സൈഡിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഈവൻ ദോ അത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂം ആണെങ്കിലും ഒരിത്തിരി സ്ട്രോങ്ങർ സൈഡിലാണ് അതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇത് ഒറിജിനലൊക്കെ വാങ്ങിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് കവർ ചെയ്തു തന്നോളൂ. സോ എനിവേസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.